Meet the editors. ചോദ്യം ഇതാണ്: അധിക്ഷേപത്തിന് പിന്തുണയും. സുജയ, വളരെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗത്തു നിന്നും ഏറെക്കുറെ ആരോഗ്യകരമായ പ്രതികരണമാണ് ഓപ്പറേഷൻ സിന്ദൂരിനെ സംബന്ധിച്ച് ഇതുവരെ ഉണ്ടായത്. ഇതിൽ വളരെ പെട്ടെന്നാണ് വിക്രം മിശ്രയ്ക്കെതിരെ തുടർച്ചയായിട്ടുള്ള അധിക്ഷേപ പരാമർശങ്ങൾ സൈബറിടങ്ങളിൽ വരുന്നു. അതിനെ തുടർന്ന് മധ്യപ്രദേശിലെ ഒരു മന്ത്രി ഈ പത്രസമ്മേളനം നടത്തിയ കേണൽ സോഫിയ ഖുറേഷിക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. ടെററിസ്റ്റുകളുടെ സഹോദരി എന്ന അർത്ഥം വരുന്ന പ്രയോഗം തന്നെ നടത്തി. അതിനെതിരെ പാർട്ടി എന്തുകൊണ്ടാണ് ഒരു നടപടിയെടുക്കാത്തത്? എന്തുകൊണ്ടാണ് ആ മന്ത്രി ഇപ്പോഴും തുടരുന്നതെന്നാണ് ചോദ്യം. അത് അധിക്ഷേപത്തിനുള്ള അംഗീകാരമാണോ? അധിക്ഷേപത്തിന് പിന്തുണ നൽകുമെന്ന് ഞാൻ കരുതുന്നില്ല. പ്രത്യേകിച്ചും മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവിൻ്റെ ഇക്കാര്യത്തിലെ നടപടികൾ എന്താണ് എന്ന് ഞാൻ നോക്കുകയായിരുന്നു. ഒരു തരത്തിലും ഇവിടെ വിജയ് ഷായെ പിന്തുണയ്ക്കുന്ന കുൻവർ വിജയ് ഷായെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനം മധ്യപ്രദേശ് സർക്കാർ സ്വീകരിച്ചിട്ടില്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാത്ത പക്ഷം പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് 8 തവണ MLA ആയ ആളാണ്, സർക്കാരിൻ്റെ വളരെ ഡിയറായിട്ടുള്ള ആളാണ്. അപ്പോൾ ആ രീതിയിൽ പിന്തുണയ്ക്കാം. പക്ഷേ അങ്ങനെ ഒരു പിന്തുണ BJP ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നോ മധ്യപ്രദേശ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നോ കാണുന്നില്ല. ആർക്കും തന്നെ പിന്തുണയ്ക്കാൻ കഴിയില്ല. കാരണം കേണൽ സോഫിയ ഖുറേഷി, വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്, ഈ രണ്ടുപേരും ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സിന്ദൂരമിട്ട 2 രത്നങ്ങളായി തന്നെയാണ് അവതരിപ്പിച്ചത്. അതുകൊണ്ടാണ് വിക്രം മിശ്രയ്ക്കൊപ്പം അവരെ രണ്ടുപേരെയും ഇടത്തും വലത്തും ഇരുത്തി ഓപ്പറേഷൻ സിന്ദൂർ എങ്ങനെയാണ് നമ്മുടെ രാജ്യം നടപ്പാക്കിയത്, 1:05 മുതൽ 1:30 വരെയുള്ള സമയത്ത് എന്താണ് നടന്നത് എന്നത് വിശദീകരിക്കുന്നത് മുതൽ തുടർച്ചയായി വാർത്താ സമ്മേളനങ്ങളിൽ അവർ പ്രത്യക്ഷപ്പെട്ടത് അത് കൃത്യമായ ഒരു സന്ദേശം നൽകുന്നതിനാണ്. അതായത് നമ്മുടെ രാജ്യത്ത് ഭിന്നിപ്പുണ്ടാക്കി മതങ്ങളെ തമ്മിൽ അടുപ്പിച്ച് അങ്ങനെ ഒരു ആഭ്യന്തര കലാപമായിരുന്നു പാകിസ്ഥാൻ സ്പോൺസേഡ് ആയിട്ടുള്ള ലഷ്കർ-ഇ-തൊയ്ബ ഭീകരർ പഹൽഗാമിലൂടെ ഏപ്രിൽ 22-ന് ലക്ഷ്യമിട്ടത്. കാരണം കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് മതം ചോദിച്ച് ഗൺ പോയിന്റിൽ നിർത്തി സഹോദരിമാരുടെയും ഭാര്യമാരുടെയും ഒക്കെ മുന്നിൽ വെച്ചാണ് 26 പുരുഷന്മാരെ കൊന്നു വീഴ്ത്തിയത്. അത് ഒരേ മതത്തിൽപ്പെട്ട ആളുകളെയാണ് കൊന്നു വീഴ്ത്തിയത്. അപ്പോൾ അതിന് തിരിച്ച് മതം പറഞ്ഞുള്ള ഒരു പരിഹാരത്തിനോ അല്ലെങ്കിൽ മതം പറഞ്ഞുള്ള ഒരു എതിർപ്പിനോ അല്ലെങ്കിൽ മതം പറഞ്ഞുള്ള ഒരു തർക്കത്തിനോ നമ്മുടെ രാജ്യത്ത് ആരും തന്നെ പോയിട്ടില്ല എന്നത് നമ്മൾ കണ്ട യാഥാർത്ഥ്യമാണ്. രാജ്യം ഒന്നിച്ചു നിന്നുകൊണ്ട് ഭീകരതയ്ക്കെതിരായ ഒരു പോരാട്ടം നയിക്കുകയാണ്. ആ പോരാട്ടത്തിന്റെ പേരായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. അതേക്കുറിച്ച് വിശദീകരിക്കുന്നതിനായി രാജ്യത്തിന്റെ മുഖമായി മാറിയ 2 സ്ത്രീകളിൽ ഒരാളാണ് കേണൽ സോഫിയ ഖുറേഷി. ആ കേണൽ സോഫിയ ഖുറേഷിയെ അപമാനിക്കുന്ന രീതിയിൽ പറഞ്ഞ നമ്മുടെ പെൺമക്കളുടെ നെറ്റിയിലെ സിന്ദൂരം തുടച്ചവരെ പാഠം പഠിപ്പിക്കാൻ നമ്മൾ അവരുടെ സഹോദരിയെ എന്നുപയോഗിച്ചത് പൂർണ്ണമായും തെറ്റാണ്. അതിനെ ഇപ്പോൾ മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ജബൽപൂർ ബെഞ്ച് ഉപയോഗിച്ചിരിക്കുന്നത് ലാംഗ്വേജ് ഓഫ് ദ ഗട്ടേഴ്സ് എന്നാണ്. സിസ്റ്റർ ഓഫ് ടെററിസ്റ്റ് എന്ന് കേണൽ സോഫിയ ഖുറേഷിയെ വിളിച്ചതിനെ അങ്ങനെയാണ് ജബൽപൂർ ബെഞ്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു തരത്തിലും ഈ കുൻവർ വിജയ് ഷാ പറഞ്ഞതിനെ അംഗീകരിക്കാൻ എനിക്ക് സാധിക്കില്ല. കാരണം കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും ആ 2 പേരും നമ്മുടെ രാജ്യത്തിന് ഒരുപോലെയാണ്. കാരണം അവർ സൈന്യത്തിന്റെ ഭാഗമാണ്, അല്ലാതെ അവരുടെ മതമോ അല്ലെങ്കിൽ അവർ വന്ന കുടുംബമോ ഒന്നുമല്ല. നമ്മുടെ സൈന്യത്തിന്റെ പ്രതീകമാണ്. സൈന്യമാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമായി നടപ്പാക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ചത്. ആ അഭിമാനം ഉയർത്തിപ്പിടിച്ചതിന്റെ വലിയ സന്തോഷത്തിൽ രാജ്യം മുഴുവൻ നിൽക്കുമ്പോൾ അതിൽ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ സൈന്യത്തെ അഭിനന്ദിക്കുമ്പോഴാണ് ഈ ഓപ്പറേഷനെ കുറിച്ച് വിശദീകരിച്ച കേണൽ സോഫിയ ഖുറേഷിയെ കുറിച്ച് മധ്യപ്രദേശിലെ BJP മന്ത്രി കുൻവർ വിജയ് ഷാ ഇങ്ങനെ പറയുന്നത്. എന്തായാലും വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിച്ചു എന്നതാണ് വിജയ് ഷായുടെ ഭാഗത്ത് നിന്ന് വിശദീകരണമായി കണ്ടത്. മാത്രമല്ല എക്സിൽ വിജയ് ഷാ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറയുന്നത്, ഐ വിജയ് ഷാ ഐ എം നോട്ട് only ashamed and saddened by my recent statement which has hurt the sentiments of every community but I also apologize from the bottom of my heart എന്ന് പറഞ്ഞ് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ ഈ ഒരു മാപ്പ് പറച്ചിൽ അത് കേണൽ സോഫിയ ഖുറേഷിക്ക് സ്വീകാര്യമാണോ എന്നതുകൂടിയാണ്. പോയി മാപ്പ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ആ മാപ്പ് എക്സിൽ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ സഹോദരിയാണ് സോഫിയ ഖുറേഷി. നേരത്തെ തീവ്രവാദികളുടെ സഹോദരി എന്ന് പറഞ്ഞതിൽ നിന്ന് രാജ്യത്തിന്റെ സഹോദരിയാണെന്ന തിരിച്ചറിവ് വിജയ് ഷായ്ക്ക് ഉണ്ടായതിനെ ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ആ തിരിച്ചറിവ് നേരത്തെ ഉണ്ടാകണമായിരുന്നു. ഒരു മന്ത്രിയായിരിക്കുന്ന ഉത്തരവാദിപ്പെട്ട 8 തവണ MLA എന്ന് പറയുമ്പോൾ എത്ര വർഷമായി പാർലമെന്ററി ജനാധിപത്യത്തിന്റെ ഭാഗമാണ് അയാൾ. എന്നിട്ട് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉത്തരവാദിത്തമില്ലാതെ അതും രാജ്യം ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ള വലിയ ഒരു ആക്രമണം നടത്തിയതിനു ശേഷം അതിൽ വിജയിച്ചു നിൽക്കുമ്പോൾ എങ്ങനെ നടത്താൻ സാധിച്ചു എന്നതാണ്. അവിടെ അപ്പോൾ സോഫിയ ഖുറേഷിയുടെ മതമല്ലേ വിജയ് ഷാ കണ്ടത് എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. അത് രാജ്യത്തിന് തന്നെ നാണക്കേടാണ്. അതുകൊണ്ട് വിജയ് ഷാ പറഞ്ഞതിനെ ആർക്കും തന്നെ അംഗീകരിക്കാൻ കഴിയില്ല. ഞാൻ കരുതുന്നില്ല BJP എന്ന പാർട്ടിയോ അല്ല പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വമോ സംസ്ഥാന നേതൃത്വമോ വിജയ് ഷായുടെ ഈ പരാമർശത്തെ എൻഡോഴ്സ് ചെയ്യുമെന്ന് അവർക്കങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. മാത്രമല്ല ഈ വിദ്വേഷ പരാമർശം സംബന്ധിച്ചുള്ള അന്വേഷണം മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് നടക്കുക. FIR-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളിലടക്കം
അപാകതകളുണ്ട് എന്ന് കോടതി തന്നെ വിലയിരുത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. ഇതിൽ ഇത് കോടതി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കമന്റ് എന്ന് പറയുന്നത് ഈ വിജയ് ഷാ നടത്തിയ കമന്റുകൾ, ആ കമന്റുകൾ ഒരു സൈന്യത്തെ തന്നെ, അതായത് ഓഫീസറെ മാത്രമല്ല, അതായത് കേണൽ സോഫിയ ഖുറേഷി എന്ന ഒരു വ്യക്തിയെ മാത്രമല്ല സൈന്യത്തെ തന്നെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു കമന്റാണ് എന്ന് പറയുന്നത് സത്യമാണ്. കാരണം കേണൽ സോഫിയ ഖുറേഷി റെപ്രസെന്റ് ചെയ്യുന്നത് സൈന്യത്തെയാണ്. അതോടൊപ്പം ജസ്റ്റിസ് അതുൽ ശ്രീധരൻ പറഞ്ഞ പോലീസിനോട് നിങ്ങൾ അന്വേഷണം കൃത്യമായി കൊണ്ടുപോയില്ല എങ്കിൽ എന്ത് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. കോടതിയുടെ ഉത്തരവനുസരിച്ചാണല്ലോ അന്വേഷണത്തിലേക്ക് പോകുന്നത്. അതിൽ ജസ്റ്റിസ് അതുൽ ശ്രീധരൻ, ജബൽപൂർ ബെഞ്ചിലെ അതുൽ ശ്രീധരൻ പറയുന്നത് ടു എൻഫോഴ്സ് ദ ഓർഡർ ഓഫ് ദിസ് കോർട്ട് ഐ വിൽ ബ്രിങ് ഹെൽ ഡൗൺ ഇഫ് നീഡ് ബി എന്നാണ്. അപ്പോൾ അത്ര ശക്തമായി മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ജബൽപൂർ ബെഞ്ച് ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ ഉത്തരവാദിത്തമുള്ള ഒരു പദവിയിലിരിക്കുന്നയാൾ ഇങ്ങനെയാണോ പറയേണ്ടത് എന്ന് എഫ്ഐആർ റദ്ദാക്കാൻ ചെന്ന വിജയ് ഷായ്ക്ക് സുപ്രീം കോടതിയിൽ നിന്നും ചോദ്യം കിട്ടിയിട്ടുണ്ട്. എഫ്ഐആർ റദ്ദാക്കണോ എന്ന കാര്യത്തിൽ തീരുമാനം വന്നിട്ടില്ല. പോയി മാപ്പ് പറയൂ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ആ മാപ്പ് ഇപ്പോൾ എന്തായാലും എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ പാർട്ടിയുടെ തലത്തിൽ എടുക്കേണ്ട നടപടി അങ്ങനെയാണ്. അതിന് വിശദീകരണം തേടിയിട്ടുണ്ട്. അപ്പോൾ വിശദീകരണമായി ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാൻ സ്ലിപ്പ് ഓഫ് ടങ് വന്നു പോയതാണ് എന്ന രീതിയിലുള്ള ഒരു വിശദീകരണമാണ് കൊടുത്തിരിക്കുന്നത്. അത് സ്വീകാര്യമാകും എന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹത്തെ മന്ത്രി പദവിയിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന്റെ ആദ്യ പടിയൊക്കെ അവിടെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മന്ത്രി പദവിയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നതാണ് ഇപ്പോൾ സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം. കാരണം മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണ് എന്ന് പറയുന്നതിന് തുല്യമല്ലേ തീവ്രവാദികളുടെ സഹോദരിയാണ് കേണൽ സോഫിയ ഖുറേഷി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണ്? ഒരിക്കലുമല്ല. മുസ്ലിങ്ങളിൽ അല്ലെങ്കിൽ ഹിന്ദുക്കളിൽ അല്ലെങ്കിൽ മറ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ട വളരെ ചെറിയ ഒരു ശതമാനം മാത്രമാണ് തീവ്രവാദത്തിന്റെ അല്ലെങ്കിൽ ഭീകരവാദത്തിന് പിന്നാലെ പോകുന്നത്. പഹൽഗാമിൽ ആക്രമണം നടത്തിയവർ മുസ്ലിം നാമധാരികളാണ് എന്നതുകൊണ്ട് ഒരു ഓഫീസർ അവർ മുസ്ലിം നാമധാരി ആയതുകൊണ്ട് അവർ ആ തീവ്രവാദികളുടെ സഹോദരിയാണ് എന്ന് പറയുന്നതിനോട് കേന്ദ്ര സർക്കാരിനോ BJPക്കോ യോജിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം മതം ചോദിച്ച് കൊന്ന് തള്ളിയ ആളുകളെ മതം ചോദിച്ചല്ല, അവരുടെ ഭീകരതയുടെ കേന്ദ്രങ്ങളിൽ പോയി അടിക്കുകയാണ് നമ്മൾ ചെയ്തത്. അത് മതപരമായ ഒരു ആക്രമണമോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു പരാമർശമോ നരേന്ദ്രമോദി അടക്കം രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട പദവികളിലിരിക്കുന്ന ആരും തന്നെ നടത്താത്തപ്പോഴാണ് മധ്യപ്രദേശിലെ മന്ത്രിയായ കുൻവർ വിജയ് ഷാ ഇങ്ങനെയൊരു പരാമർശം നടത്തിയിരിക്കുന്നത്. ഇത് പരിപാടി നടക്കുന്നത് അംബേദ്കർ നഗറിൽ, റായ്കുണ്ട വില്ലേജിലെ അംബേദ്കർ നഗറിലെ ഒരു പബ്ലിക് ഇവന്റിലാണ്. ആ പബ്ലിക് ഇവന്റിൽ ഇങ്ങനെ ആവേശം കൊണ്ട് പഹൽഗാം ആക്രമണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോയി എന്നതാണ് പറയുന്നത്. പലതവണ അദ്ദേഹം മാപ്പ് പറയുകയും പാർട്ടിയെ മാപ്പ് അപേക്ഷ കൊടുക്കുകയും ഒക്കെ ചെയ്തു. എന്തായാലും 14-ം തീയതി കഴിഞ്ഞ ദിവസമാണ് ഈ മാൻപൂർ പോലീസ് ഇപ്പോൾ FIR ഇട്ടിരിക്കുന്നത്. അതിൽ ഭാരതീയ ന്യായ സംഹിതയുടെ BNSന്റെ 152, 1961B, 1971C ഇത്രയുമാണ് ചുമത്തിയിരിക്കുന്നത്. അതായത് ഈ ആക്ട്സ് എന്ന് പറയുന്നത് നാഷണൽ സോവറിനിറ്റി, പ്രൊമോട്ടിംഗ് എൻമിറ്റി ബിറ്റ്വീൻ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ രാജ്യത്ത് പഹൽഗാമിലെ ഭീകരർ ചെയ്തതുപോലെയുള്ള സമാനമായ രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ അവരൊരു അറ്റാക്കാണ് നടത്തിയതെങ്കിൽ ഇത് വെർബൽ അറ്റാക്കാണ്. അങ്ങനെയുള്ളൊരു വെർബൽ അറ്റാക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നതാണ് ഈ വിഷയത്തിലെ എൻ്റെ ടേക്ക്. 8 തവണയൊക്കെ MLA ആയ ഒരാൾ ഈ മന്ത്രി പദവിയിൽ ഇനിയിപ്പോൾ തുടരണോ വേണ്ടയോ എന്നുള്ളത് ആ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ്. പാർട്ടി നടപടി തുടങ്ങും എന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കോടതിയിൽ ഇപ്പോൾ നിൽക്കുന്ന കേസായതിനാൽ അതുകൂടി വന്നതിന് ശേഷം മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കാനായിരിക്കാം ഒരുപക്ഷെ ചെയ്യാൻ പോകുന്നത്. അത് എത്രയും പെട്ടെന്ന് ഉണ്ടാവുന്നതാണ് BJP എന്ന പാർട്ടിക്ക് നല്ലത്. അപ്പോൾ വെൽക്കം ബാക്ക്. കേണൽ സോഫിയ ഖുറേഷി മധ്യപ്രദേശിലെ മന്ത്രി വിജയ് ഷാ അധിക്ഷേപിച്ചതിന് മധ്യപ്രദേശ് സർക്കാരിന്റെ പിന്തുണയുണ്ടോ എന്നാണ് ചോദ്യം. അധിക്ഷേപത്തിന് പിന്തുണയോ BJP പിന്തുണയ്ക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. അഡ്വക്കേറ്റ്, ഞാൻ വിചാരിക്കുന്നത് ഇന്ത്യൻ സേനയുടെ പെൺകരുത്തിൻ്റെ 2 മുഖങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ വിംഗ് കമാൻഡർ വ്യോമിക സിംഗും അതുപോലെ തന്നെ കേണൽ സോഫിയ ഖുറേഷിയും. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗമാണ്. അവർ ഇന്ത്യൻ സൈന്യം എന്താണോ ചെയ്യാൻ പറയുന്നത് ആ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്നത്. ഈ കേണൽ സോഫിയ ഖുറേഷിയുടെ കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത് അവരുടെ അച്ഛൻ സൈന്യത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച ആളാണ്. അവരുടെ മുത്തച്ഛൻ സൈന്യത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച ആളാണ്. അവരെ ഒരിക്കലും ഒരു മുസ്ലിം നാമധാരി എന്ന് കണ്ടിട്ട് ഒരിക്കലും BJP അപ്പോയിൻ്റ് ചെയ്തതാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അവർ സൈന്യത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ച ആളാണ്. ആ സൈന്യത്തിൻ്റെ ഭാഗമായി ശക്തമായ നിലപാട് സ്വീകരിച്ച ഭാഗമാണ്. ഇന്ത്യൻ ജനതയുടെ ഒന്നാകെയുള്ള അവരുടെ സ്റ്റേറ്റ്മെൻറ്റാണ് അവർ 7-ാം തീയതിയും 8-ാം തീയതിയും 9-ാം തീയതിയുമായി നടത്തിയ എല്ലാ പത്രസമ്മേളനവും കൂടെ പറഞ്ഞതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ കാര്യത്തിൻ്റെ അകത്ത് മന്ത്രി വിജയ് ഷാ പറഞ്ഞ കാര്യത്തോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് BJP യോജിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം BJP അതിൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു യോജിപ്പ് പ്രകടിപ്പിച്ചാൽ അതിൻ്റെ മറുപടി പറയേണ്ടി വരിക പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗ് ആയിരിക്കും. കാരണം
അദ്ദേഹമാണ് സൈന്യത്തിൻ്റെ മന്ത്രി എന്നുള്ളത്. സൈന്യത്തിൻ്റെ മന്ത്രിക്ക് ഒരിക്കലും പോയിട്ട് സൈന്യത്തെക്കുറിച്ച് മോശമായി പറയാനേ പറ്റില്ല. അപ്പം ഇദ്ദേഹം എനിക്ക് തോന്നുന്നില്ല പഴയ ചില കിളിപോയ നേതാക്കന്മാർ പറയുന്നത് പോലെ പറഞ്ഞു എന്നുള്ളത് കണക്കാക്കിയാൽ മതി. അല്ലാതെ ആരെങ്കിലും അങ്ങനെ പറയുമോ? രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇത്രയും ശക്തമായ രീതിയിൽ ഒരു തിരിച്ചടി പാകിസ്ഥാന് കൊടുത്ത് അതിൻ്റെ രീതിയിൽ ആ ഒരു തിരിച്ചടിയിൽ അഭിമാനം കൊള്ളുന്ന രാജ്യത്തെ 130 കോടി ജനങ്ങളുള്ള സ്ഥലത്ത് ഇതുപോലെയുള്ള വിഡ്ഢിത്തരം വിളിച്ചു പറയുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആൾക്കാർ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്നുള്ളത്. അത് മാത്രമല്ല, ഹൈക്കോടതിയും മധ്യപ്രദേശ് ഹൈക്കോടതിയും അത് തന്നെയാണ് പറഞ്ഞത്, സുപ്രീം കോടതി അത് തന്നെയാണ് പറഞ്ഞത്. ഇതുപോലെയുള്ള സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർ സംസാരിക്കുമ്പോൾ ശക്തമായ രീതിയിലും വ്യക്തതയോടും കൂടിയിട്ട് ഇന്ത്യയുടെ ജനങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഇവരെല്ലാം പറയേണ്ടത്. ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾ, ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹമൊക്കെ ഇങ്ങനെ പറയാൻ പാടും എന്നുള്ളത്, കാരണം അതിനെയൊക്കെ ശക്തമായ രീതിയിൽ BJP മറുപടി പറയേണ്ടതാണ്. ശരി, ഞാൻ വിചാരിക്കുന്നത് ഇന്നലെ തന്നെ അതിന് മറുപടി പറയുകയും അദ്ദേഹത്തിൻ്റെ ശക്തമായ നടപടി സ്വീകരിക്കുകയും വേണം എന്നുള്ളതായിരുന്നു എൻ്റെ അഭിപ്രായം. ഇപ്പോഴും അത് സുപ്രീം കോടതിയിൽ പോകാനൊന്നും വെച്ചുകൊണ്ടിരിക്കരുത്. അവരോടൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ വിശദീകരണം ചോദിച്ച് നിൽക്കേണ്ട കാര്യമൊന്നും ഉണ്ടെന്നില്ല ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അമിത്ഷായ്ക്കും അതുപോലെ തന്നെ നരേന്ദ്രമോദിക്കും രാജ്നാഥ് സിംഗിനും ഷോഫിയ ഖുറേഷിക്കെതിരെ അല്ലെങ്കിൽ അവരെ ആ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അറിയില്ലാഞ്ഞിട്ടാണോ? അപ്പോൾ അവരെങ്ങനെയാണ് കാണുന്നത്? അവിടെ ഇന്ത്യയുടെ ജനങ്ങൾ അവർ വിവിധ മതത്തിൽപ്പെട്ടവരായിരിക്കാം, വിവിധ ഭാഷയിൽപ്പെട്ടവരായിരിക്കാം, ഇവരെയൊക്കെ ഒറ്റക്കെട്ടായി നിർത്തിക്കൊണ്ടായിരിക്കും ഈ പറയുന്ന തിരിച്ചടിക്ക് അവർ ഒരുങ്ങിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നരേന്ദ്രമോദി വരെ സർവ്വ അധികാരങ്ങളും സൈന്യത്തിൻ്റെ കൊടുത്തിട്ട് മാറി നിന്നത്. അവർക്ക് എന്ത് തീരുമാനമെടുക്കാം, ഏത് സമയത്ത് തിരിച്ചടിക്കണമെന്ന് തിരിച്ചടിക്കാം, ഏത് കാര്യങ്ങൾ തീരുമാനമെടുക്കാം. അങ്ങനെയൊക്കെ ഒരു പാർട്ടിക്കപ്പുറം ഒരു രാജ്യത്തിൻ്റെ ആവശ്യം മുൻനിർത്തി അവർ ശക്തമായി തിരിച്ചടിച്ച സമയത്ത് ഇതുപോലെയുള്ള ഒരാളൊക്കെ വന്നിട്ട് ഇങ്ങനെ മറുപടി പറയുക എന്ന് പറയുന്നത് ശക്തമായി അപലപിക്കേണ്ട കാര്യമാണ്. നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലേ? നമ്മുടെ നാട്ടിൽ ഇതുപോലെയാണ്. നമ്മുടെ നാട്ടിൽ ഒരു രാജ്യത്തിനെതിരെ ശക്തമായി യുദ്ധം ചെയ്ത സമയത്ത്, തിരിച്ചടിക്കുന്ന സമയത്ത് അയ്യോ ഇപ്പോൾ യുദ്ധം വേണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുള്ള രാജ്യമായി മാറി നമ്മുടെ നാട്ടിൽ വരെ ഞാൻ പറയുന്നത്. അപ്പം അതെന്താണ്? ആ സമയത്ത് ചർച്ച ചെയ്യേണ്ട കാര്യമാണോ അത്? ഇപ്പം നമുക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാം. എന്താ ഇപ്പോൾ ആൾക്കാർ ചർച്ച ചെയ്യാത്തത്? ഈ സമയത്ത് എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? തിരിച്ചടിയെല്ലാം അവസാനിപ്പിച്ച സമയത്ത് ചർച്ച ചെയ്യണ്ടേ? എന്തുകൊണ്ടാണ് തിരിച്ചടിച്ചത്? അങ്ങനെ ഒരു യുദ്ധത്തിൻ്റെ സംവിധാനത്തിലേക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ? എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? അപ്പം അത് ഈ സൈനികരുടെ വീര്യം തകർക്കുക എന്നാണ് പറയാം. നമ്മൾ ഇപ്പോൾ തിരിച്ചടി കൊടുത്തതിന് ശേഷം വിദേശ മാധ്യമങ്ങൾ, ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസും വാഷിംഗ്ടൺ പോസ്റ്റും അടക്കം ഇന്ത്യയുടെ വിജയം, അത് ഉപഗ്രഹ ഇന്ന് നിങ്ങൾ പറയും ഇസ്രായേലിന്റെ അഡ്വാൻറ്റേജ് എന്ന് ന്യൂയോർക്ക് ടൈംസ് പറയുന്നു. ഇസ്രായേലിന്റെ സൈനിക മേധാവി ഇന്നെന്താ പറയുക, ഇന്ത്യയെ അഭിനന്ദിക്കുകയാണ്. സത്യത്തിൻ്റെ കൂടെ തിരിച്ചടിച്ചു എന്നാണ് ഇസ്രായേലിൻ്റെ സൈനിക മേധാവി പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഭീകരവാദത്തിനെതിരാണ് ഇന്ത്യ യുദ്ധം നടത്തിയതെന്നും തിരിച്ചടി നൽകിയതെന്നും ഭീകരവാദ കേന്ദ്രങ്ങളാണ് തകർത്തതെന്നും ഭീകരവാദികളെയാണ് കൊന്നൊടുക്കിയതെന്നും ലോക രാജ്യങ്ങൾ പ്രശംസിക്കുകയും ലോക മാധ്യമങ്ങൾ പറയുകയും ചെയ്യുന്ന സമയത്ത് നമ്മുടെ രാജ്യത്ത് നിന്നും ഇതുപോലെ ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരു മന്ത്രി ഇങ്ങനെ പറയാമെന്ന് പറഞ്ഞാൽ അതും അത് BJP ഭരിക്കുന്ന കേന്ദ്രത്തിൻ്റെ കീഴിൽ BJP ഭരിക്കുന്ന ഒരു സംസ്ഥാന മന്ത്രി ഇങ്ങനെ പറയാന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അത് ശക്തമായ നിലപാട് സ്വീകരിക്കാൻ BJP-നെയാണ്. അങ്ങനെ എടുക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ത്യ പോലൊരു രാജ്യത്ത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ എടുക്കേണ്ടതാണ്. അങ്ങനെ എടുക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ അങ്ങനെയല്ല ഞാൻ വിചാരിക്കുന്നത്. ശക്തമായ നടപടി എടുത്ത് പോകണമെന്നേ. കാരണം ഇന്ത്യ എന്തിനാണ് 2 വനിതാ രത്നങ്ങളെ ഈ പറഞ്ഞ സംവിധാനം ഏൽപ്പിച്ചത്? അതിനൊരു മെസ്സേജ് എന്തിനാ സിന്ദൂർ എന്ന് പറഞ്ഞൊരു പേര് അങ്ങനെ ഇടാൻ കാരണം? അതിനൊക്കെ ഒരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജിൻ്റെ മേലുള്ള കളങ്കമായിട്ടാണ് ഇതൊക്കെ വരുന്നത്. അപ്പോൾ അതിനെതിരെ അതിനൊന്നും ഇങ്ങനെ സമയം വെച്ച് താമസിക്കേണ്ടത്, ശക്തമായ നടപടി സ്വീകരിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞു ഒന്നല്ല. ഞാൻ പറഞ്ഞത് ഓരോ സമയങ്ങളിൽ ചർച്ച ചെയ്യേണ്ട സമയങ്ങളിൽ എടുക്കുന്ന ഒരു നിലപാടുകളുണ്ട്. ഞാൻ പറയുന്നത് തിരിച്ചടി സമയത്ത് തിരിച്ചടിയായിരിക്കണം. അത് ജനങ്ങളുടെ ഒറ്റക്കെട്ടായ തീരുമാനമായിരിക്കണം. ഇന്ത്യയിൽ നിന്നൊരു വിഭിന്ന സ്വരം കേൾക്കാൻ പാടില്ലായിരുന്നു. അതിന് മുൻപ് വേണമെങ്കിൽ പറയാം. അതിന് മുൻപ് ഈ തിരിച്ചടി നമ്മൾ 27-ാം തീയതി അല്ലേ ആക്രമണം? 22-ാം തീയതി ആക്രമണം ഉണ്ടായ സമയത്ത് കഴിഞ്ഞ് 14 ദിവസം ഉണ്ടായിരുന്നല്ലോ. ഇവർക്ക് എല്ലാവർക്കും പറഞ്ഞുകൂടായിരുന്നോ എന്തുകൊണ്ട് തിരിച്ചടിക്കണ്ട എന്നൊക്കെ പറഞ്ഞാൽ പോരായിരുന്നോ? ഒരാൾ പോലും വേണ്ടിയില്ലോ. അന്ന് ശക്തമായി വാദിച്ചത് എന്താണെന്നറിയോ? തിരിച്ചടി കൊടുക്കണം. നരേന്ദ്രമോദി എന്തുകൊണ്ട് തിരിച്ചടിക്കില്ല? BJP എന്ത് തിരിച്ചടിക്കുന്നില്ല എന്ന് പറഞ്ഞു തീർന്നില്ല. തിരിച്ചടി കൊടുത്തു. 7-ാം തീയതി തിരിച്ചടി കൊടുത്തു. 7-ാം തീയതി തിരിച്ചടി കൊടുത്തപ്പോൾ തന്നെ എന്ത് ചെയ്തു? മെല്ലെ തിരിഞ്ഞു തുടങ്ങി. അത് പറഞ്ഞ
അന്ന് ശക്തമായ തിരിച്ചടി 8-ാം തീയതിയും 9-ാം തീയതിയും കൊടുത്ത സമയത്ത് യുദ്ധത്തിലേക്ക് പോകേണ്ട കാര്യമില്ല, തിരിച്ചടി കൊടുക്കണ്ട എന്നുള്ള നിലയ്ക്കായി. നേരെ തിരിച്ച് 9-ാം തീയതി ഈ പറഞ്ഞ ചർച്ചകളൊക്കെ നടത്തി, 10-ാം തീയതി ചർച്ചകളൊക്കെ നടത്തി, എന്നാൽ തൽക്കാലം വെടിനിർത്തലായിക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും പറയാം ഞങ്ങളുടെ നേതാക്കന്മാരാണെങ്കിൽ അടിച്ച് തീർത്തിട്ടുണ്ടാവും എന്ന് പറയും. അപ്പോൾ ഇവരുടെയൊക്കെ ആവശ്യം എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ്, പൊതുവായ രാഷ്ട്രീയമാണ്. അപ്പോൾ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് രാജ്യ താല്പര്യത്തിന് അനുകൂലമാണോ നിൽക്കുന്നത്? രാജ്യത്തിൻ്റെ അകത്താണ് രാഷ്ട്രീയം വേണ്ടതെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്താണ്, രാജ്യത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഏത് മതമാകാം, ഏത് രാഷ്ട്രീയമാകാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതത്തിൽ പ്രവർത്തിക്കാം, ഇഷ്ടമുള്ള രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാം, ഇഷ്ടമുള്ള സംസാരിക്കാം, ഇഷ്ടമുള്ള ഭാഷ പഠിക്കാം, എന്താണോ നിങ്ങളുടെ ഇഷ്ടം അത് നിങ്ങളുടെ രാജ്യത്തിനകത്ത് നടത്താം. പക്ഷേ രാജ്യത്തിന് പുറത്തെന്ന് പറഞ്ഞാൽ ഒറ്റ തീരുമാനമേ ഉള്ളൂ, അതെന്താണ്, അത് രാജ്യ താല്പര്യമാണ്. അവിടെ ഒറ്റ മതമേ ഉള്ളൂ, ആ മതം എന്ന് പറയുന്നത് രാജ്യ താല്പര്യമാണ്. അവിടെ നിങ്ങൾ ഹിന്ദു, ക്രിസ്ത്യാനി, മുസ്ലിം ഒന്നുമുള്ളതില്ല. അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ അകത്താണ്. അപ്പം നിങ്ങൾ തിരിച്ചടി കൊടുക്കാൻ തീരുമാനിക്കുകയും തിരിച്ചടി കൊടുക്കുകയും അത് എന്താണ്, ഇന്ത്യയുടെ തന്നെ സൈന്യത്തിൻ്റെ 2 വനിതാ രത്നങ്ങളെ അല്ലെങ്കിൽ വനിതാ മുഖങ്ങളെ കൃത്യമായി ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ ഷോക്കേസ് ചെയ്യും. ആ ഷോക്കേസ് ചെയ്ത ഒരാൾക്കെതിരെ ഇതുപോലെ ഒരു മന്ത്രി, BJP മന്ത്രി നിലപാടെടുത്തു എന്ന് പറയുന്നത് ഒരിക്കലും എന്താണ് പിന്തുണയ്ക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് BJP പിന്തുണയ്ക്കരുത്, സർക്കാർ പിന്തുണയ്ക്കരുത് എന്ന്, അത് പിന്തുണയ്ക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് 1-2 ദിവസം കൊണ്ട് അത് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എന്താ പറയുന്നത്, ഞാൻ പറയുന്നത് പിന്തുണയ്ക്കില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിനൊക്കെ ശക്തമായ മറുപടി അപ്പോൾ കൊടുക്കണം. നമ്മൾ എന്താണ് പാകിസ്ഥാൻ മറുപടി കൊടുത്തത് നമ്മുടെ പെൺമക്കളുടെ സിന്ദൂരം മായ്ച്ച അല്ലെങ്കിൽ പിന്നെ സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ച പിന്നെ പാകിസ്ഥാൻ നമ്മൾ തിരിച്ചടി കൊടുത്തില്ലേ? അതുപോലെ തന്നെ ആയിരിക്കണം. ഈ സ്ത്രീകൾക്കെതിരെ ഒന്നും ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? ഇവർക്ക് എന്ത് നേട്ടമാണ് ഇതുകൊണ്ട് കിട്ടുന്നത്? ഭീകരവാദിയുടെ സഹോദരി എന്ന് പറയുന്ന അയാളുടെ മനസ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ ഞാനിപ്പോൾ ചില സ്ഥലങ്ങളിൽ കാണും, നമ്മുടെ ഈ യൂട്യൂബിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും താഴെ കമൻറ്റ് എഴുതുന്നത് കണ്ടിട്ടില്ലേ? ഈ കമൻറ്റ് എഴുതുന്നവരൊക്കെ മനസ്ഥിതി എന്ന് പറയുന്നത് എന്തോ എഴുതി വിടുകയാണ്. ഈ സംവിധാനത്തിൻ്റെയൊക്കെ ഒരു ലീഗൽ ആംഗിൾ നോക്കുകയാണെങ്കിൽ ഒരു ദിവസം ഒരു 10,000-കണക്കിന് ആൾക്കാർ ജയിലിലേക്ക് പോകും. കാരണം അത്ര രീതിയിൽ വൃത്തികെട്ട മോശം പരാമർശമാണ് ഇത് എഴുതിക്കൊണ്ടേയിരിക്കുന്നത്. യുദ്ധം നടക്കുന്ന സമയത്ത് നിങ്ങളതൊരു 25 സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഓരോന്ന് വായിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ മെസ്സേജും ഓരോ പരാതികളാണ്. അത് സൈന്യത്തിനെതിരെ പറയുന്നുണ്ട്, അത് ഈ പറയുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ മറ്റേ ഫസ്റ്റത്തെ പിന്നെ ഇദ്ദേഹത്തിനെതിരെ കമൻറ്റ്, പിന്നെ വിക്രം മിശ്രിക്കെതിരെ ശക്തം. എന്തൊരു സൈബർ ആക്രമണമാണ്! അദ്ദേഹമാണ് ആ തീരുമാനം എടുത്തത്. അത് സർക്കാർ തമ്മിൽ തീരുമാനം എടുത്തു, സൈന്യം തമ്മിൽ തീരുമാനം എടുത്തു, വെടി നിർത്താൻ തീരുമാനിച്ചു. വിക്രം മിശ്രയ്ക്കെതിരെ എന്തൊരു രീതിയിലുള്ള സൈബർ അറ്റാക്കാണ് നടക്കുന്നത്? അദ്ദേഹം എന്ത് ചെയ്തിട്ടാണ്? അപ്പം ഓരോരുത്തരുടെ മനസ്സിൽ ഇപ്പം ഞാൻ ഇന്ന കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്, ആ കാര്യം അങ്ങ് വിളിച്ചു പറയുകയാണ്. അത് രാജ്യ താല്പര്യത്തിന് അനുകൂലമാണോ രാജ്യ താല്പര്യത്തിന് എതിരാണോ എന്ന് ചിന്തിക്കുന്നേ ഇല്ല. എൻ്റെ അഭിപ്രായത്തിൽ രാജ്യ താല്പര്യം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. അതിനകത്ത് മതമില്ല, അതിൻ്റെ അകത്ത് രാഷ്ട്രീയമില്ല, അതിനകത്ത് ഒന്നുമില്ല. അതുകൊണ്ടാണല്ലോ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നിട്ട് ഇന്ത്യയുടെ ഭരിക്കുന്ന പാർട്ടിയും പ്രതിപക്ഷ പാർട്ടികളും ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നിട്ട് ശക്തമായ രീതിയിൽ ഒറ്റ തീരുമാനം എടുത്തത്. അതെന്താണ്? അത് തിരിച്ചടിക്കാനുള്ള തീരുമാനം. അതുപോലെയുള്ള തീരുമാനം ഈ കാര്യത്തിന് എടുക്കണം എന്നുള്ളതാണ്. ഇതിന് വേണ്ടിയിട്ട് ഇനി സമരം പ്രതിപക്ഷത്തെ കൊണ്ട് ചെയ്യിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കരുത് എന്നുള്ളതാണ്. അപ്പം BJPയുടെ നേതാക്കന്മാരൊക്കെ ഇപ്പോൾ നിൽക്കേണ്ട സംവിധാനം എന്ന് പറയുന്നത് ഈ പറഞ്ഞ കേണൽ പിന്നെ സോഫിയ ഖുറേഷിക്ക് അനുകൂലമായിട്ടാണ്. അവർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും അവരെ പിന്തുണയ്ക്കുകയും സൈന്യത്തിനാണ് ആ പിന്തുണ കൊണ്ട് ഊർജ്ജം ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അധിക്ഷേപത്തിന് സർക്കാരിൻ്റെ ഒരു പിന്തുണയോ എന്നാണ് ചോദ്യം. പിന്തുണയുണ്ട് എന്ന് ന്യായമായും സംശയിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഞാൻ തുടക്കത്തിൽ ഒരു കാര്യം പറയാം. ഓപ്പറേഷൻ സിന്ദൂർ വന്നതിനു ശേഷം പലയിടങ്ങളിൽ പല ആളുകൾ നേരിട്ട സാമൂഹിക അധിക്ഷേപത്തിൻ്റെ കഥയുണ്ട്. നമ്മുടെ ഇവിടെ തന്നെ ആരതി എന്ന് പറയുന്ന രാമചന്ദ്രൻ്റെ മകൾ എന്ത് അധിക്ഷേപമാണ് സൈബർ ഇടങ്ങളിൽ നേരിടാൻ പോയത്? എന്താണ് വന്നത്? അവിടെ 2 സഹോദരങ്ങൾ എനിക്ക് കാശ്മീരിലുണ്ട് എന്ന് പറയുമ്പോൾ ആരതിക്കെതിരെ തിരിയുന്നൊരു വികാരമുണ്ട്. ഇതേ വികാരം തന്നെ ഹിമാൻഷി നർവാളിനെതിരെയും ഉണ്ടാവുന്നത്. വിനയ് നർവാളിൻ്റെ ഭാര്യ ഹിമൻഷി നർവാളിനെതിരെയും ഇതേപോലെ സൈബർ അറ്റാക്ക് ഉണ്ടാവുകയാണ്. കശ്മീരിലെ സഹോദരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവരെന്നെ സഹായിച്ചു എന്ന് പറയുമ്പോൾ അള്ളാഹ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറയുന്ന സമയത്ത് ഈ എങ്ങനെയാണ് ഈ ഹേറ്റായിട്ടുള്ള ക്യാമ്പയിൻ ഉണ്ടാവുന്നത്? വിക്രം മിശ്രി എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിപ്ലോമാറ്റല്ലേ? ആ ഡിപ്ലോമാറ്റല്ലേ ഈ ഫോറിൻ സെക്രട്ടറി എന്ന നിലയിൽ വന്നിരുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി വിശദീകരിച്ചത്? അതൊരു കാശ്മീരി കൂടിയാണ് വിക്രം മിശ്രി കേട്ടോ. ആ വിക്രം മിശ്രിക്കെതിരെ നടന്ന
ഹേറ്റ് ക്യാമ്പയിൻ എന്തിനു വേണ്ടിയായിരുന്നു? യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിച്ചത് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഇടപെടൽ. അതിന് വിക്രം മിശ്രിയാണോ സംസാരിച്ചത്? പ്രതിരോധ മന്ത്രാലയത്തിലെ DGOമാർ നടത്തിയ ചർച്ചയില്ലേ? ഇതുപോലും അറിയാത്ത സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന വിക്രം മിശ്രി മാത്രമല്ല, വിക്രം മിശ്രിയുടെ മകളെ കൂടി ആ ഹേറ്റ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് വലിച്ചിഴച്ചു എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരമായ കാര്യം. ഓപ്പറേഷൻ സിന്ദൂരിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കാഞ്ഞത് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചു എന്നുള്ളിടത്താണ്. അതായത് സോഫിയ ഖുറേഷിക്കെതിരെ വരുന്നതിന് മുമ്പ് വിക്രം മിശ്രി, ഈ ഹിമാൻഷി നർവാൾ, അതേപോലെ ആരതി, ഇവർക്കെതിരെ ഉണ്ടാവുന്ന സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ, പലതരത്തിലുള്ള സൈബർ അറ്റാക്കുകൾ, ഇതെല്ലാം ഒറ്റക്കാര്യമാണ് പറയുന്നത്. അമിതമായ ദേശീയതയുടെ ഭ്രാന്ത് പിടിച്ച ഒരു കൂട്ടം ആളുകൾ ഈ സൈബർ ഇടങ്ങളിലിരുന്ന് ഇതേപോലെ നുണകൾ പടച്ചുവിടുകയും അധിക്ഷേപം നടത്തുകയും ചെയ്യുന്നത് തുടരുകയാണ്. അപ്പോൾ എന്തെങ്കിലും നടപടിയെടുത്തോ? വിക്രം മിശ്രിയെ ഇത്രയും നേരമായി സംരക്ഷിച്ചു പിടിക്കാൻ സർക്കാർ എടുത്ത നടപടി എന്താ? വിക്രം മിശ്രിക്ക് അനുകൂലമായിട്ട് പേഴ്സണൽ മന്ത്രാലയത്തിൽ നിന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു. ഈ ആരൊക്കെയാണ് ഇപ്പോൾ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്? ഈ രാജ്യത്തെ മിക്കവാറും എല്ലാ മനുഷ്യരും പിന്തുണ പ്രഖ്യാപിച്ചിട്ടിലും സർക്കാർ എന്തുകൊണ്ടാണ് ഒരു ഓപ്പൺ ആയിട്ടുള്ള പിന്തുണയുമായി വരാത്തത്? എന്തുകൊണ്ടാണ് BJP നേതാക്കളൊരു പിന്തുണയുമായിട്ട് വരാത്തത് ഈ സൈബർ മിശ്രിക്ക്? അതാണ് എൻ്റെ സംശയം. അതിൻ്റെ തുടർച്ചയായിട്ട് വേണം നിലവിൽ വിജയ് ഷായുടെ ഈ വിഷയത്തെയും കാണാൻ. ഞാൻ ഈ വിഷയത്തിൽ പൂർണ്ണമായും സർക്കാരിന് പിന്തുണ കൊടുത്തൊരു വ്യക്തിയാണ്, സൈന്യത്തിന് പിന്തുണ കൊടുത്ത വ്യക്തിയാണ്. കാര്യം, ഒരു രാജ്യം അപകടത്തിലാവുന്ന ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഈ രാജ്യത്തെ സർക്കാരിനെയും ആ സൈന്യത്തെയും പിന്തുണയ്ക്കുക എന്നുള്ളത് ഏതൊരു പൗരൻ്റെയും അടിസ്ഥാനപരമായിട്ടുള്ള ദൗത്യമാണ്. അത് നമ്മൾ നിറവേറ്റി. പക്ഷേ നോക്കൂ, അതിൻ്റെ പേരിൽ ഇപ്പോൾ പുറത്തു വരുന്ന ഈ വിദ്വേഷ പരാമർശങ്ങൾ ഇന്ത്യ എന്ന രാജ്യത്തെ പരാജയപ്പെടുത്തുകയാണ് ആഭ്യന്തരമായി. എന്താണ് പാകിസ്ഥാനിൽ ബലൂചിസ്ഥാനികൾ പാകിസ്ഥാനെതിരെ ചെയ്യുന്നത്? അതാണ് ഇന്ത്യ എന്ന രാജ്യത്ത് ഈ സൈബർ ആക്രമണം നടത്തുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഇന്ത്യയോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരാണ് ഈ സോഫിയ ഖുറേഷി? നേരത്തെ സൂചിപ്പിച്ചു, സോഫിയ ഖുറേഷിയുടെ ചരിത്രം ചെറുതാണോ? സോഫിയ ഖുറേഷി ഇന്ത്യൻ മിലിറ്ററിയിലേക്ക് വരുന്നത് അവരുടെ ഒരു വലിയ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയായിട്ടാണ്. ഈ പറയുന്ന ഝാൻസി റാണിക്കൊപ്പം പോരാടിയ ഒരു വലിയ പൂർവ്വ പാരമ്പര്യം ഈ സോഫിയ ഖുറേഷിയുടെ കുടുംബത്തിനുണ്ട്. മുത്തച്ഛൻ കേണലായിരുന്നു. അതേപോലെ ആർമിയെ കണ്ടാണ് വരുന്നത്. ബയോകെമിസ്ട്രിയിൽ നിന്നുള്ള തൻ്റെ ബിരുദാനന്തര ബിരുദം കഴിഞ്ഞ് നേരെ ആർമിയിലേക്ക് വരുന്നത്. ആ ലെഗസി പിന്തുടരാൻ വരികയാണ്. ഓരോ ഘട്ടത്തിലും ആ ലെഗസി പിന്തുടരുകയാണ്. നോക്കൂ, ഈ വിവിധ രാജ്യങ്ങൾ പങ്കെടുത്ത രാജ്യത്തിൻ്റെ പ്രതിരോധ നിരയുടെ ഒരു വലിയ പ്രദർശനത്തിൽ അവർ തന്നെയല്ലേ ഈ രാജ്യത്തെ നയിച്ചത്? അങ്ങനെ ആദ്യ വനിതയായി മാറുകയല്ലേ ചെയ്യുന്നത്? 2016 കോങ്കോയിൽ പോയി പീസ് കീപ്പിംഗ് മിഷന് പങ്കെടുത്തതും ഇതേ സോഫിയ ഖുറേഷി ആയിരുന്നല്ലേ? ഈ സോഫിയ ഖുറേഷി കഴിഞ്ഞ പ്രളയമുണ്ടായപ്പോൾ നോർത്ത് വെസ്റ്റിൽ പോയി സേവനമനുഷ്ഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ വിദഗ്ധയായിരുന്നു സോഫിയ ഖുറേഷി. കാരണം ഈ സിഗ്നലുകളൊക്കെ കേന്ദ്രീകരിക്കുന്ന സിഗ്നൽ കമാൻഡിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരു മിടുക്കിയായ സമർത്ഥയായ ഒരു സൈനിക ഉദ്യോഗസ്ഥ. ആ സോഫിയ ഖുറേഷി വന്നിരുന്നല്ലേ പാകിസ്ഥാനോട് കാര്യങ്ങൾ വിശദീകരിച്ചത്, നമ്മളോട് കാര്യങ്ങൾ വിശദീകരിച്ചത്, പാകിസ്ഥാൻ ഓരോ നിമിഷവും ഓരോ മറുപടിയായി കൊടുത്തത്. ആ സോഫിയ ഖുറേഷി ആക്രമിക്കാൻ പോകുന്നതിന് പിന്നിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ ഹേറ്റ് ക്യാമ്പയിൻ്റെ, ഹേറ്റ് സ്പീച്ചസിൻ്റെ ചരിത്രമുള്ളതാണ് എന്നുള്ളതാണ്. എനിക്കറിയാം, തീർച്ചയായിട്ടും ഞാനിത് പറയുമ്പോൾ ഒരു വിഭാഗം ആളുകൾക്ക് വിഷമമുണ്ടാവും. പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്സ് അങ്ങനെ പറയുന്നു. BBC-യുടെ കണക്ക് പ്രകാരം ഹേറ്റ് ലാബ് എന്ന് പറയുന്ന വാഷിങ്ടണിലെ ഒരു റിസർച്ച് ഏജൻസി പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് കണക്ക്? ഇന്ത്യയിൽ 79% ഹേറ്റ് സ്പീച്ചുകൾ നടത്തുന്നത് ആ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളാണ്. എങ്ങനെയാണ്? തിരഞ്ഞെടുപ്പിൻ്റെ സമയത്തും അല്ലാതെയും. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ വരുന്നത് ആർക്കെതിരെയാണ്? മൈനോറിറ്റിക്കെതിരെയാണ്. 98% വരുന്നതും ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്കെതിരെയാണ്. ഇവിടുത്തെ മുസ്ലിം വിഭാഗങ്ങൾക്കെതിരെ ഹേറ്റ് സ്പീച്ച് നടത്തുന്ന ഒരു വലിയ വിഭാഗം ഇന്ത്യയിൽ ഉണ്ടാവുന്നു എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൽ അഭിമാനിക്കാൻ പറ്റിയ ഒന്നാണോ? 1165 കേസുകളാണ് 2024 മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതൊരു വലിയ വർധനയായിട്ടാണ് ഈ ഹേറ്റ് ലാബ് എന്ന് പറയുന്ന റിസർച്ച് ഏജൻസി കണ്ടെത്തിയിരിക്കുന്നത്. ഇത് തുടർച്ചയായിട്ട് വരുന്നത് നോക്കൂ. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, അതേപോലെ ഉത്തർപ്രദേശ് തുടങ്ങിയ സ്റ്റേറ്റുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഹേറ്റ് ക്യാമ്പയിൻ വരുന്നത് ഈ മൈനോറിറ്റി വിഭാഗങ്ങൾക്കെതിരെ. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഞാൻ സോഫിയ ഖുറേഷിക്കെതിരെയുള്ള വിജയ് ഷായുടെ സ്റ്റേറ്റ്മെൻറ്റിനെയും കാണുന്നത്. ഇവിടെ വിജയ് ഷായ്ക്ക് പിന്തുണ കൊടുക്കുന്നുണ്ടോ എന്ന് ന്യായമായും സംശയിക്കുന്ന 2 കാരണങ്ങളാലാണ്. ഒന്ന്, വിജയ് ഷാ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന നിമിഷവും ഇപ്പോൾ അവിടുത്തെ ട്രൈബൽ അഫയേഴ്സ് മിനിസ്റ്ററായിട്ട് തുടരുകയാണ്. വിജയ് ഷാ. എന്ത് ധാർമ്മിക ഉത്തരവാദിത്വം, അവകാശമുണ്ട് വിജയ് ഷായ്ക്ക് ഈ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വനിതാ ഉദ്യോഗസ്ഥയെ മതത്തിൻ്റെ പേരിൽ ഭീകരവാദികളുടെ സഹോദരി എന്ന മട്ടിൽ അവതരിപ്പിച്ചതിന് ശേഷം ഇപ്പോൾ അവിടെ ഇരിക്കാൻ? ഭരണഘടനയുടെ ലംഘനം നടന്നിരിക്കുകയല്ലേ? സത്യപ്രതിജ്ഞാ ലംഘനം നടന്നിരിക്കുകയല്ലേ? ആ മന്ത്രിയെ, ആ ട്രൈബൽ മിനിസ്റ്ററെ നീക്കം ചെയ്യുന്നതിന് ഈ മോഹൻ യാദവിന് ആരോടാ കൂടിയാലോചിക്കാനുള്ളത്? ഏത് വ്യക്തിയോടെ കൂടിയാലോചിക്കാനുള്ളത്? ഈ നിമിഷമെടുത്ത് പുറത്ത് കളയണ്ടേ? ഇപ്പോൾ 48 മണിക്കൂറായി ആ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ട്. ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പേരിൽ രാജ്യത്ത് പ്രതിപക്ഷ കക്ഷികൾ ഇയാളുടെ രാജി ആവശ്യപ്പെടുകയാണ് വിജയ് ഷായുടെ.
ഇയാൾ മാപ്പ് പറയാൻ പോകുന്നത്. ആർക്ക് വേണം ഇയാളുടെ മാപ്പ്? അയാളുടെ മാപ്പ് ഒന്നും ആർക്കും വേണ്ട. അയാളെ വേണ്ടത് വിജയ് ഷായെ ആ പദവിയിൽ നിന്ന് എടുത്ത് കളയാൻ മോഹൻ യാദവിന് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതുകൊണ്ട് അവിടെ ഒരു പിന്തുണ കൊടുക്കുന്നുണ്ടോ? ന്യായമായി സംശയിക്കാം. നേരത്തെ സുജയ് പറഞ്ഞു 8 തവണ MLA ആയ ആളാണ്. അപ്പോൾ സ്വാഭാവികമായും ആ സ്റ്റേറ്റിലെ BJPയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. തൊടാൻ വിറയ്ക്കും മോഹൻ യാദവിന്. അവിടെയാണ് BJPയുടെ പിന്തുണയുണ്ടോ? ഉമാഭാരതി അടക്കമുള്ള നേതാക്കളൊക്കെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. എനിക്കൊന്നു അബ്ബാസ് നഖ്വി ആണെന്ന് തോന്നുന്നു പറഞ്ഞത് ഇയാളൊരു ഫൂളാണ്, ഇയാളൊരു വിഡ്ഢിയാണ് എന്നൊക്കെ പറഞ്ഞു. BJPയുടെ ടോപ്പ് ബ്രാസിലുള്ള പല നേതാക്കളും ഇയാളുടെ പ്രവൃത്തിയോട് യോജിക്കുന്നില്ല. പക്ഷേ എന്തുകൊണ്ട് ഇയാളെ പുറത്താക്കുന്നില്ല? അതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇത് ഈ സർക്കാർ പിന്തുണയ്ക്കുന്നുണ്ട് എന്ന് ഞാൻ പറയാനുള്ള ഒരു കാരണം, ഇപ്പോഴും ഈ നിമിഷവും വിജയ് ഷാ ഇന്ത്യക്ക് അധിക്ഷേപമായ, ഈ സർക്കാരിന് അധിക്ഷേപമായ, BJPക്ക് അധിക്ഷേപമായ, ഒരു ദേശീയതയെ പിന്തുണയ്ക്കുന്ന ഏത് വ്യക്തികൾക്കും അധിക്ഷേപമായ ഇത്തരമൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയ ഈ ട്രൈബൽ അഫയേഴ്സ് മിനിസ്റ്ററായ വിജയ് ഷാ ഇപ്പോഴും അധികാരത്തിൽ മന്ത്രിയായി തുടരുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ സർക്കാർ പിന്തുണയ്ക്കുന്നു പറയാനുള്ള എൻ്റെ ഒരു വാദം. രണ്ടാമത്തെ വാദം നോക്കൂ, ഞാൻ പറയുന്നതല്ല. ഇന്ന് മധ്യപ്രദേശിലെ ജബൽപൂർ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് FIR-നെ കുറിച്ചൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഞാനത് വായിക്കാം. എന്താണ്? ഈ നിൽക്കക്കള്ളിയില്ലാതെയാണ് FIR എടുത്തത്. FIR ആദ്യം എടുത്തില്ല. ആദ്യം ഹൈക്കോടതി സുമോട്ടോ ഈ കേസ് എടുക്കുന്ന സമയത്ത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ കേസ് എടുത്തത്. അപ്പം 3 പോയിന്റ് ആവുകയാണ്. ഒന്ന്, ഈ വിഷയത്തിൽ നേരിട്ട് പോലീസ് കേസെടുത്തതേയില്ല. പകരം ഹൈക്കോടതിയുടെ ഇടപെടൽ വേണ്ടി വന്നു. ഹൈക്കോടതി സുമോട്ടോ ഇത് പരിഗണിച്ചുകൊണ്ട് കേസെടുത്തില്ലെങ്കിൽ കോടതി അലക്ഷ്യം വരും എന്ന് DGPക്ക് നിർദ്ദേശം കൊടുത്തു. നിൽക്കക്കള്ളിയില്ലാതെ പോലീസിന് കേസെടുക്കേണ്ടി വന്നു. പോലീസ് കേസെടുക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? ഈ കോടതി നിർദ്ദേശിച്ച സമയവും കഴിഞ്ഞതിനു ശേഷമാണ്. ഇതേപോലെ ഒരു നമ്മൾക്കൊക്കെ അപമാനകരമായൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയ, അധിക്ഷേപകരമായ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയ വിജയ് ഷായെ എന്തുകൊണ്ടാണ് അയാൾക്കെതിരെ കോടതി ഉത്തരവുണ്ടായിട്ടും കോടതി പറഞ്ഞ സമയത്തിൻ്റെ പരിധിക്കുള്ളിൽ ഒരു FIR ഇടാതെ പോയത്? അത് കഴിഞ്ഞ് 5 മണിക്കൂറെടുത്തു. കോടതി പറഞ്ഞ സമയപരിധിക്ക് കടന്ന് 5 മണിക്കൂറിന് ശേഷമാണ് ഇയാൾക്കെതിരെ FIR ഇടുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം, ആ FIR-ൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ജബൽപൂർ കോടതി പറഞ്ഞിരിക്കുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്. FIR-ലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് പറയുന്നത്, ദ FIR ഈസ് ബ്രീഫ്. FIR വളരെ ചുരുങ്ങിയ FIR ആണ്. However, the briefness of FIR is not the problem. അതല്ല ഇവിടുത്തെ പ്രശ്നം. Having gone through the FIR in its entirety, there is not a single mention of the actions of the suspect which would satisfy the ingredients of offences registered which have been registered against him. ഇയാൾ പറഞ്ഞ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം പോലും, ഇയാൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു ഭാഗം പോലും FIR-ൽ. ഇത് എന്തൊരു വിചിത്രമായ FIR ആണെന്ന് അറിയാമോ? അതുകൊണ്ട് പറയുന്നത് ഞാനല്ല, മധ്യപ്രദേശിലെ ജബൽപൂർ ഹൈക്കോടതി പറയാണ്, ഇട്ടിരിക്കുന്ന FIR-ൽ ഇയാൾ ചെയ്തത് എന്താണ് എന്നതിനെക്കുറിച്ച് പരാമർശമില്ല. ഇങ്ങനൊരു FIR നിലനിൽക്കുമോ എന്ന് സംശയം പ്രകടിപ്പിക്കുന്നത് ഇതേ ഹൈക്കോടതിയാണ്. ഹൈക്കോടതി പറയുന്നത് എന്താണെന്നറിയാമോ? ഇറ്റ് ഹാസ് ബീൻ ഡ്രാഫ്റ്റഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ക്വാഷ്ഡ്. തള്ളിക്കളയാം. ഈ FIR ക്വാഷ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന ഒരു FIR ആണ്. ഒരു വീക്ക് FIR ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ദുർബലമായൊരു FIR ഇട്ട് ഈ വിജയ് ഷായെ ആർക്കാണ് സംരക്ഷിച്ചു പിടിച്ച് നിർത്തേണ്ടത്? അതാ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനല്ലേ? മോഹൻ യാദവിന് അറിയാമായിരുന്നില്ലേ? മോഹൻ യാദവിൻ്റെ കീഴിലല്ലേ ആഭ്യന്തര വകുപ്പ്? ആ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലല്ലേ പോലീസ്? ആ പോലീസല്ലേ FIR ഇടേണ്ടത്? ആ FIR ഇടേണ്ട പോലീസ് ഇത്ര ദുർബലമായ ഒരു വകുപ്പുകൾ കൂട്ടിച്ചേർത്ത് ഈ പ്രസംഗത്തിൻ്റെ ഒരു പരാമർശം പോലും ഇല്ലാതെ, പ്രസംഗത്തെക്കുറിച്ച് സൂചിപ്പിക്കുക പോലും ചെയ്യാതെ അതീവ ദുർബലമായ വകുപ്പുകളും ക്ലോസുകളും ചേർത്ത് വിജയ് ഷായെ സംരക്ഷിക്കുന്നത് എന്തിനാണ്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ദാ ഒരു നാഴികയ്ക്ക് മുമ്പേ തന്നെ ഇയാളെ ഈ പദവിയിൽ നിന്ന് മാറ്റുകയും ഇയാൾക്കെതിരെ ശക്തമായ വകുപ്പുകൾ ചുമത്തി ആ പ്രസംഗത്തിൻ്റെ ഭാഗം മുഴുവൻ പൂർണ്ണമായിട്ടുള്ള സ്ക്രിപ്റ്റ് സഹിതമായ FIR-ൽ വരേണ്ടതിനു പകരം ചില വകുപ്പുകളൊക്കെ ഇട്ട് ഇയാളെ ഇപ്പോൾ സംരക്ഷിക്കുന്ന നിലയാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു വീക്ക് FIR ആണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് കോടതി പറയുന്നൊരു കാര്യമുണ്ട്, ഇത് സർക്കാരിന് നാണക്കേടല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണ്ടി വരുന്നതാണ് സാഹചര്യം എന്നുകൂടി പറയുന്നുണ്ട് ഈ ജബൽപൂർ ഹൈക്കോടതി. പിന്നെ ഈ സർക്കാർ അധികാരത്തിലേക്ക് വേണ്ടോ? ഞാൻ പറയുന്നത് ഈ സർക്കാരിന് തന്നെ അപമാനകരമായി തീർന്നിരിക്കുന്നു ഈ നടപടി എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും മോഹൻ യാദവ് കൊടുക്കുന്ന പിന്തുണ നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ്. ഇവിടെയാണ് കേന്ദ്രത്തിലെ മുതിർന്ന BJP നേതാക്കൾക്ക് പോലും താല്പര്യമില്ലാത്ത വിഷയത്തിൽ മോഹൻ യാദവിന് എന്താണ് താല്പര്യം എന്നുള്ളത്. കാരണം ഈ വിജയ് ഷാ ഇവരുടെ ഒരു വലിയ തുറുപ്പുചീട്ട. വിജയ് ഷാ മധ്യപ്രദേശിൽ സമാനമായ രീതിയിൽ ഹേറ്റ് സ്പീച്ചസുകൾ നടത്തിയ ചരിത്രമുള്ളയാളാണ്. ഇതാദ്യമായിട്ടല്ല ഈ വിജയ് ഷാ കോൺട്രവേഴ്സി സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തുന്നത്. അങ്ങനെ കോൺട്രവേഴ്സി ചരിത്രമുള്ള BJP ഇതുവരെ പിന്തുടർന്നു പോന്നിരിക്കുന്ന ഹേറ്റ് സ്പീച്ചുകൾ നടത്താൻ ആ മധ്യപ്രദേശ് സ്റ്റേറ്റിൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഒരു നേതാവിനെ അവിടുത്തെ കമ്മ്യൂണൽ ഇക്വേഷൻസ് തകരുമെന്നുള്ള ഒറ്റ കാരണം കൊണ്ടുകൂടി മോഹൻ യാദവ് തള്ളിപ്പറയാതിരിക്കുന്നുവെങ്കിൽ, മോഹൻ യാദവിൻ്റെ പോലീസ് ദുർബലമായ FIR ഇട്ടിരിക്കുന്നുവെങ്കിൽ, മോഹൻ യാദവിൻ്റെ പോലീസ് കോടതി ഇടപെടൽ ഉണ്ടാവാതെ FIR ഇടാതിരുന്നുവെങ്കിൽ തീർച്ചയായും ഞാൻ പറയുന്നു ഇതിന്
പിന്നിൽ വിജയ് ഷായുടെ പിന്നിൽ ആ സർക്കാരിൻ്റെ പിന്തുണയുണ്ട്. ഈ അധിക്ഷേപത്തിനത് ആ സർക്കാരിൻ്റെ പിന്തുണയായി വ്യാഖ്യാനിക്കാൻ കഴിയുന്നതാണ് എന്നാണ് എൻ്റെ ടേക്ക്. എന്താണ് ചോദ്യം? യെസ് എന്നൊരാൾ, നോ എന്ന് 2. Meet the editors.